ആകാംക്ഷ. രചന വർണ്ണങ്ങൾ ആമി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ ഓടി മറിഞ്ഞതെന്നോർത്ത് അർജുൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. സമയം വെളുപ്പിന് 5 മണി. ഉടനെ ഒരു കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന താനാണ് ഇന്നൊരുവളെ താലി ചാർത്തി കൂടെ കൂട്ടാൻ പോകുന്നത്. അവളോട് എത്ര തവണ പറഞ്ഞതാണ് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായവളല്ലേ. അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നു. അവൾക്ക് വേറെ എത്രയോ ആലോചനകൾ വരുമായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം സമ്മതിച്ചാൽ കൂടായിരുന്നോ? അതിനു പകരം തൻ്റെ തലയിലേക്കാവുകയാണ്. ഓർക്കും തോറും അർജുന് ദേഷ്യമായി. ശരിക്കും തൻ്റെ സമാധാനം കളയാൻ വരുന്നവൾ അത് തന്നെയാണ് ചിന്മയി. കോട്ടയത്തെ കോളേജിലേക്ക് മാറാമെന്ന് കരുതിയപ്പോൾ അച്ഛനത് സമ്മതിച്ചില്ല. 6 മാസം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, അതാണ് അച്ഛൻ്റെ ഡിമാൻഡ്. 6 മാസത്തിനുള്ളിൽ അവൾ തൻ്റെ ഹൃദയം കീഴടക്കുമെന്നാണോ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ധാരണ? അവൻ ഓർത്തു. അർജുൻ്റെ ചിന്തകൾ കടന്നു പോകുന്ന വഴിയിലൂടെ തന്നെ അകലെ ഒരുവളും കിടക്കുകയാണ്. കാലത്ത് 5 മണിയായപ്പോൾ മേക്കപ്പിനായി ബ്യൂട്ടി പാർലറിൽ എത്തിയതാണ്. 4 മണിക്കോ മറ്റോ ഉണർന്നു. ശേഷം കുളിച്ച് റെഡിയായി. കിങ്ങിണിയും അച്ഛനുമായിട്ടാണ് അവൾ പാർലറിലെത്തിയത്. മേക്കപ്പ് ചെയ്യുന്ന ആൻറ്റിമാരും കിങ്ങിണിയും തമ്മിൽ നല്ല പരിചയമുണ്ട്. അവരൊക്കെ ഓരോരോ തമാശകൾ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് വെറുതെ ഒരു മന്ദഹാസത്തോടെ ചിന്മയി ഇരിക്കുകയാണ്. ഒപ്പം 2 ദിവസം മുന്നേ ഒരു സായാഹ്നത്തിൽ അർജുൻ വിളിച്ചതും അവൾ ഓർത്തു. ഇനിയും വൈകിട്ടില്ല ചിന്മയി. എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ഇതിൽ നിന്ന് പിന്മാറിക്കോണം. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് കേട്ടോ. ചെറിയൊരു ഭീഷണിയുടെ ലാഞ്ചനയുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. ഞാൻ പറഞ്ഞല്ലോ, അർജുനേട്ടൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കോ. എന്തൊക്കെ കാരണങ്ങൾ പറയാം. എന്നെ എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? നിന്നെ വേറൊരാൾക്ക് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ നിനക്ക് വേറൊരാളോട് താല്പര്യമുണ്ടെന്നോ എന്തെങ്കിലും പറയാം. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടതല്ലേ. ഞാൻ ഇക്കാര്യം പറഞ്ഞാലും എൻ്റെ വീട്ടിൽ ആരും ഇത് വിശ്വസിക്കില്ല. അത് 100% ഉറപ്പാണ്. അർജുനേട്ടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാം. വേണ്ട. അവൻ അലറി. അർജുനേട്ടൻ നല്ല പിള്ള ചമഞ്ഞ് നടന്നിട്ട് എന്നെ ഒരു ഫ്രോഡായിട്ട് ചിത്രീകരിക്കുകയാണ് അല്ലേ? ഡി, ഇനിയും വൈകിട്ടില്ല. ഏട്ടൻ ധൈര്യമായിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പറഞ്ഞോളൂ. എൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി ധനനിഷ്ടം ഉണ്ടാകും. അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് നീ ഓർത്തിട്ടുണ്ടോ? എനിക്കൊന്നും ഓർക്കാൻ പറ്റിയ സിറ്റുവേഷനല്ല. നശിച്ച ജാതകദോഷം കാരണമാണ് എൻ്റെ ജീവിതം തീരാൻ പോകുന്നത്. എനിക്കത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരു വിളി പരസ്പരം ഇരുവരും നടത്തിയിരുന്നില്ല. മോളെ ഇങ്ങോട്ട് നോക്കിയേ, ബ്യൂട്ടീഷ്യൻ പറഞ്ഞതും ചിന്മയി ഒരു നിമിഷം കണ്ണൊന്ന് ചിമ്മി. ശേഷം തൻ്റെ മുൻപിലെ വലിയ കണ്ണാടിയിലേക്ക് നോക്കി. അതീവ സുന്ദരിയായി നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം പട്ടുടുത്ത് കല്യാണപ്പെണ്ണായി നിൽക്കുന്ന തൻ്റെ പ്രതിബിംബത്തെ അവൾ ഉറ്റുനോക്കി. ഇഷ്ടായോ? കിങ്ങിണിയുടെ ശബ്ദം കേട്ടവൾ മുഖം തിരിച്ചു. തല കുലുക്കിക്കൊണ്ടവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്ത് സുന്ദരിയായിട്ടുണ്ട് നീ. ആരുടെയും കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. 2 കൈകൾ കൊണ്ടും ഒന്നൊഴിഞ്ഞ് കൈവിരലുകൾ മടക്കി 2 ചെന്നൈയിലേക്കും വയ്ക്കുകയാണ് കിങ്ങിണി. കിങ്ങിണി ഒരു ലഹങ്കയാണ് ധരിച്ചത്. അവളും അതീവ സുന്ദരിയായിട്ടുണ്ട്. എന്നാലും ചിന്മയോളം വരില്ല. 7:30 അവർ പാർലറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛനും വല്യച്ഛനും ഒക്കെ തിരക്കായോണ്ട് ഒരു കസിനാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയത്. ശ്രീദേവി വല്യമ്മയും അമ്മയുമൊക്കെ സാരി ഉടുപ്പിക്കുവാനായി സാരി ഡ്രൈപ്പിസ്റ്റ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാഞ്ചീപുരം പട്ടണിഞ്ഞ് ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് സുന്ദരികളായി നിന്നു. ചിമ്മു വന്നുവെന്ന് ആരോ പറയുന്ന കേട്ട് ശ്രീദേവിയും രേഷ്മയും സിറ്റൗട്ടിലേക്ക് ഓടി ഇറങ്ങി വന്നു. കാറിൽ നിന്നും അതിമനോഹരമായി ഇറങ്ങുന്ന മകളെ കണ്ടതും രേഷ്മയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അതേ അവസ്ഥയിലാണ് പ്രദീപും. വയസ്സ് 22 ആവുന്നെങ്കിലും മകൾ ഇപ്പോഴും അവൾക്ക് കൈക്കുഞ്ഞാണ്. പ്രദീപിൻ്റെ കയ്യും പിടിച്ച് ചിന്മയി കയറി വന്നപ്പോൾ രേഷ്മ തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് മകളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് ഓരോരോ ചടങ്ങുകളായിരുന്നു. ദക്ഷിണ കൊടുക്കലും ഫോട്ടോ എടുക്കുന്നതും കുടുംബക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതും ഒക്കെ മുറ പോലെ നടന്നു. 9:45 വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെടേണ്ട സമയം.
അപ്പോഴേക്കും ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി. 15 മിനിറ്റ് താഴെ സമയമുള്ളൂ മണ്ഡപത്തിലേക്ക് എത്തുവാനായി. ഒരു വൈറ്റ് കളർ റേഞ്ച് റോവറിലാണ് അർജുൻ എത്തിയത്. അവൻ്റെ കാറിൻ്റെ അരികിലായി പ്രദീപ് തൻ്റെ ഫോർച്യൂണർ കൊണ്ടുപോയി ഒതുക്കി നിർത്തി. റോസ് ഗോൾഡ് നിറമുള്ള കുർത്തയും കസവും മുണ്ടും ധരിച്ച് അർജുൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും അവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. സ്റ്റെല്ലയും ഇന്ദ്രനും അവൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നു. നിറയെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അകമ്പടിയോടെയാണ് അവൻ അകത്തേക്ക് കയറുന്നത്. ഇടയ്ക്ക് എപ്പോഴോ അർജുൻ്റെ നോട്ടം ചിന്മയെ തേടിയെത്തി. അത് കണ്ടതും അവൾ പേടിയോടെ മുഖം താഴ്ത്തി. അർജുൻ്റെ നോട്ടം അവളെ തേടി വന്നതും ചിമ്മു പേടിയോടെ മുഖം താഴ്ത്തി. ആരോ വന്നിട്ട് ചിമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് അർജുൻ്റെ അരികിലായി അവളെ നിർത്തി. അവൾക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും ഭയം. ക്ഷേത്രത്തിലെ തിരുമേനി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റും ചൊല്ലുന്നുണ്ട്. സ്വർണ്ണ പൂത്താലത്തിൽ നിറയെ പൂക്കളുകൾക്കുള്ളിലായി ബെറ്റയുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് പൂജിച്ച താലി. തിരുമേനി അതെടുത്ത് പ്രദീപിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അയാളാണ് ആ താലി അർജുന് കൈമാറിയത്. താൻ എവിടെയെങ്കിലും വീണു പോകുമെന്ന് ചിന്മയി ഭയന്നു. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു. അർജുൻ അവൾക്ക് അഭിമുഖമായി വന്ന് നിന്നതും ചിന്മയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇനി താലി ചാർത്തിക്കൊള്ളൂ, ആരോ പറയുന്ന കേട്ടതും അർജുൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവളുടെ ഇരു ചുമലിലെ വശങ്ങളിലേക്കും താലിച്ചരടെടുത്തുയർത്തി. കൊട്ടും കുരവയും മേളങ്ങളും മുഴങ്ങി. തിരുമേനിയുടെ മന്ത്രങ്ങൾ ഉച്ചത്തിലായി. അർജുൻ്റെ താലി കഴുത്തിൽ മുറുകി. ശേഷം അവൻ പൂമാലയും ഇട്ടുകൊടുത്തു. ആരോ ഒരു തളികയിൽ സിന്ദൂരച്ചെപ്പ് വെച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവൻ അവളുടെ നെറുകയെ ചാർത്തി. അർജുനെ പൂമാല എണീക്കുവാൻ തിരുമേനി ചിമ്മുവിൻ്റെ കയ്യിലേക്ക് മാല കൊടുത്തു. അത് മേടിച്ചിട്ട് അവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ പാവം ചിന്മയി ആ മുഖത്തേക്കൊന്ന് നോക്കിയതുപോലുമില്ല. എല്ലാവരും സന്തോഷത്തോടെ ആശംസകൾ അർപ്പിക്കുകയാണ്. അർജുനോട് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ വഴക്ക് പറഞ്ഞപ്പോൾ ചിന്മയി ഒരല്പം അവനോട് ചേർന്നു. പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് നിൽക്കുമോ എന്ന് വീഡിയോഗ്രാഫർ ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, വെച്ചിട്ടുണ്ടടി പുല്ലേ നിനക്കിട്ട്. ഈ അർജുൻ ആരാണെന്ന് നിന്നെ അറിയിച്ചു തരും. ചിരിച്ചുകൊണ്ട് അർജുൻ അവളെ നോക്കി പറഞ്ഞു. പെണ്ണാണെങ്കിൽ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നേ? ചോദിച്ചുകൊണ്ട് രേഷ്മ വന്നിട്ട് മകളെ വഴക്ക് പറഞ്ഞു. ചിന്മയി ഒന്ന് ചിരിക്കുന്നു പോലുമില്ല. എന്താ കുട്ടി ഇത്? ആരൊക്കെയോ ബന്ധുക്കൾ വന്നിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എൻ്റെ കുട്ടി ചിരിച്ചില്ലെങ്കിലും സുന്ദരിയാണ് അല്ലേ? സ്റ്റെല്ല അവളുടെ കവളി തലോടി. ഇന്ദ്രനും സ്റ്റെല്ലയും നിറഞ്ഞ മനസ്സോടെ മക്കളുടെ ഒപ്പം നിൽക്കുകയാണ്. ഫോട്ടോസ് ഒരുപാട് എടുത്തു കൂട്ടുന്ന തിരക്കിലാണ് ഫോട്ടോഗ്രാഫർ. ഇനി മതി, കുട്ടികൾ ഭക്ഷണം കഴിക്കട്ടെ, ഇറങ്ങാൻ നേരമാകും കേട്ടോ. പ്രദീപ് വന്നിട്ട് ചിമ്മുവിനോട് പറഞ്ഞതും അവൾ വിഷമത്തോടെ അച്ഛനെ നോക്കി. എന്താടാ? അവൻ അവളുടെ നെറുകയെ തഴുകി. അറിയില്ല അച്ഛാ, എനിക്ക് വല്ലാത്ത സങ്കടം പോലെ. ഞാൻ പോണോ? ചോദിക്കുകയും ചിമ്മു കരഞ്ഞു. അത് കണ്ടതും പ്രദീപിനും വിഷമമായി. അർജുനും അച്ഛനും അമ്മയും ഒക്കെ നല്ല ആളുകളാണ്. ഞങ്ങളെക്കാൾ മോളെ അവർ സ്നേഹിക്കും. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എപ്പോൾ വേണമെങ്കിലും മോൾക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാമല്ലോ. വൈകാതെ തന്നെ ഈ നാട്ടിൽ അച്ഛനൊരു വീട് വാങ്ങിക്കും കേട്ടോ. ഓരോരോ ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രദീപ്. ഇതൊക്കെ കണ്ട് പുച്ഛഭാവത്തിൽ നിൽപ്പുണ്ട് അർജുൻ. എന്നാൽ ഇന്ദ്രൻ വന്നിട്ട് ചിമ്മുവിനെ ചേർത്ത് പിടിച്ചു. മോളെ, എന്തിനാ മോള് കരയുന്നേ? പ്രദീപിനെ പോലെ തന്നെ എന്നെയും കണ്ടാൽ മതി. ഇന്ദ്രൻ പറഞ്ഞതും ചിമ്മു തലകുലുക്കി. സ്റ്റെല്ലയും വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. മോളെ, നമുക്ക് ഊണ് കഴിക്കാം, വരൂന്നേ. അർജുനെയും ചിമ്മുവിനെയും കൂട്ടിക്കൊണ്ട് അവർ സദ്യ കഴിക്കുന്ന സദ്യാലയത്തിലേക്ക് പോയി. അർജുൻ്റെ അരികത്തായി ഇരുന്നു കൊണ്ട് ചിമ്മു ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. നീ എത്ര ആക്ട് ചെയ്താലും ശരി, അർജുന് വെറും പുല്ലാടി, അവൻ മുരണ്ടു. സദ്യ കഴിച്ച ശേഷം ചെറുക്കനും പെണ്ണിനും പുറപ്പെടാൻ സമയമായി. രേഷ്മയെ കെട്ടിപ്പിടിച്ചവൾ കരയുന്ന കണ്ട് എല്ലാവർക്കും സങ്കടമായി. പ്രദീപും രേഷ്മയും ചേർന്ന് അവളെ അർജുൻ്റെ വണ്ടിയിൽ കയറ്റിയിരുത്തി. ഇന്ദ്രനും സ്റ്റെല്ലയും വേറെ കാറിലായിരുന്നു കയറാൻ തുടങ്ങിയത്. എന്നാൽ ചിമ്മു സമ്മതിച്ചില്ല. അമ്മേ, എൻ്റെ കൂടെ വരുമോ? നിറഞ്ഞ മിഴികളാൽ അവൾ ചോദിച്ചു. അതിനെന്താ മോളോ, ഞങ്ങൾ വരാന്നേ. സ്റ്റെല്ല വണ്ടിയിലേക്ക് കയറി. പിന്നാലെ ഇന്ദ്രനും. എല്ലാവരോടും യാത്ര പറഞ്ഞ് കൈവീശി കാണിച്ചുകൊണ്ട് അവരുടെ വണ്ടി അകന്നുപോയി. ചിന്മയുടെ മിഴികൾ നിറഞ്ഞു തൂവി.
അത് കണ്ടതും അർജുന് കലി കയറി. നീ എന്തിനാടി ഇരുന്ന് മൂങ്ങുന്നത്? കുറെ നേരെ തുടങ്ങിയിട്ട്. നിനക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വേഷം കെട്ടി വന്നത്? അർജുൻ ഉറക്കെ ചോദിച്ചതും ഇന്ദ്രനും സ്റ്റെല്ലയും ഞെട്ടിത്തരിച്ചു. മോനെ, എന്താടാ ഇത്? നീ എന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നേ? കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നപ്പോൾ മുതൽ ഇവൾ കരയാൻ തുടങ്ങിയതാണ്. എത്ര പേര് ചോദിച്ചു ഇവൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന്. അച്ഛനും അമ്മയൊക്കെ കേട്ടതല്ലേ. കല്യാണ ദിവസം ഇത്രയ്ക്ക് കരയാനെന്തിരിക്കുന്നു? അർജുൻ ദേഷ്യത്തിൽ പിന്നെയും പറയുകയാണ്. എനിക്ക് അർജുനേട്ടനെ പേടിയാണ്, അതാ ഞാൻ കരഞ്ഞത്. ചിമ്മു ഇക്കുറി പറയുന്ന കേട്ടതും ഞെട്ടിപ്പോയത് അർജുനായിരുന്നു. അവൻ അവളെ നോക്കി. ആ മുഖത്ത് ദയനീയ ഭാവം. പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തി. അപ്പോഴും അവളുടെ കവിളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി. തുടരും. വായിച്ചു കൊള്ളാമെങ്കിൽ 2 വാക്ക് പറയണേ.